ഈ കൈമൾജി നിയമം എന്ന് കേട്ടാലേ നമ്മുടെ CPM-കാർക്ക് വല്ലാത്ത കുളിരും പനിയൊക്കെയാണ്. അതെ അതെ. അപ്പോൾ നിയമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം നിയമം അത്ര എളുപ്പമല്ല എന്നൊരു തോന്നൽ CPM-ൻ്റെ എല്ലാ നേതാക്കന്മാർക്കും ഉണ്ട്. ഇപ്പോൾ സിറ്റിംഗ് MLA അവിടുത്തെ മന്ത്രി ശിവൻകുട്ടി ഇന്ന് തൃശ്ശൂരിൽ വെച്ച് പറഞ്ഞു, നിയമത്തോ ഞാൻ 3 പ്രാവശ്യം മത്സരിച്ചു, 2 പ്രാവശ്യം ജയിച്ചു, ഇനി നിയമമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് വലിയ വിവാദമായി. പാർട്ടി വിളിച്ചിട്ട് ശിവൻകുട്ടിയുടെ ചെവിക്ക് പിടിച്ചു. അപ്പോൾ ശിവൻകുട്ടി നേരെ തിരിച്ചു പറഞ്ഞു, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ മത്സരിക്കുമെന്നോ മത്സരിക്കത്തില്ലെന്നോ പറയാൻ ഞാൻ ആളല്ല, പാർട്ടിയാണ്, ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ്, അങ്ങനെയൊന്നുമല്ല, ഇയാൾ നിയമത്ത് മത്സരിക്കാൻ ഇനിയില്ല എന്ന് തന്നെ പറഞ്ഞതാണ്. കൃത്യമാണ്. അപ്പോൾ അത്രയ്ക്ക് രാജീവ് ചന്ദ്രശേഖറിന് വിജയം ഉറപ്പാണോ നിയമത്ത്? നിലവിൽ അല്ല, ഞാൻ ചോദിക്കാൻ ഒരു കാരണം കൂടെയുണ്ട്. ഞാനത് പറയാമോ എന്ന് അറിയില്ല പ്രേക്ഷകരെ, ഞാൻ അദ്ദേഹത്തിൻ്റെ പെർമിഷൻ എടുത്ത് പറയുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചപ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ക്രോഡീകരിച്ച വാർ റൂമിൻ്റെ ഭാഗമായിട്ട് കൈമൾജി ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ ഭാഗമായിരുന്നു. അത് ഒരർത്ഥത്തിൽ ശരിയാണ്. അതിനെ ഞാൻ വാർ റൂം എന്ന് വിളിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ റൂമുണ്ടായിരുന്നു. വാർ നയിച്ചത് രാജീവ് ചന്ദ്രശേഖറാണ്. അതെ, അതിൽ ഒരു റൂമിൽ ഞാനും ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം. രാജീവ് ചന്ദ്രശേഖർ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നിരിക്കുന്ന നേതാവാണ്. അദ്ദേഹം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങ് പറയുന്ന പോലെ RC-യെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ആളുകൾ ഈ കേന്ദ്രമന്ത്രിയായിരുന്ന RC അറിയാം, അല്ലാതെ ജനങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖർ ആരാണെന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ പക്ഷേ ശിവൻകുട്ടി ആവട്ടെ, CPM-ൻ്റെ നേതാക്കന്മാരാകട്ടെ, അവരൊക്കെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന്, അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ നിന്ന് വളർന്നു വന്നവരാണ്. ഇദ്ദേഹം വേണമെങ്കിൽ ഒരു ഏലിയനെ പോലെ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം, വന്ന ആളാണ്. പക്ഷേ കേരളത്തിലെ ഈ വികസനം കാക്ഷിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു പ്രതീക്ഷയുടെ ലൈറ്റ് ഓഫ് ആണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ ഈ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിൽ നിന്ന് വളർന്നു വന്ന നേതാക്കന്മാർക്ക് ഒരു വെല്ലുവിളിയായിട്ട് RC മാറും എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ? ഇല്ല, വെല്ലുവിളിയായിട്ട് മാറുന്നുള്ളതല്ല, അതിനപ്പുറം RC കാലത്തിൻ്റെ ആവശ്യമാണ്. രാജീവ് ചന്ദ്രശേഖർ ഈസ് നീഡ് ആൻഡ് നെസസിറ്റി ഓഫ് ദ ടൈം എന്ന് പറയുന്നതാണ് കറക്റ്റായിട്ടുള്ളത്. എന്താണ് ഈ കാലം എന്ന് നമ്മൾ നോക്കണം. നമ്മൾ ടെക്നോളജിയുടെ കാലത്താണ് ജീവിക്കുന്നത്. നമ്മുടെ ലൈഫിൽ ടെക്നോളജി ഉണ്ട്. ഈ സാധാരണക്കാരൻ, അടിസ്ഥാനവർഗം, ഏറ്റവും താഴെത്തിട്ടുള്ളവരെന്ന് പറഞ്ഞാൽ എല്ലാവരും അവർ ടെക്നോളജി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ആരും ടെക്നോളജി മൊബൈൽ ഫോൺ മതിയല്ലോ. തീർച്ചയായിട്ടും. ഞാൻ ചോദിച്ചോട്ടെ, ആപ്പുകൾ ഉപയോഗിക്കാത്ത ഏത് മനുഷ്യപ്പോൾ അല്ലെങ്കിൽ അത്രയ്ക്കും നിത്യജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം ഇതെങ്ങനെ ഒരു ചെറിയൊരു വസ്തുവായിട്ട് മാറി? അതിനകത്ത് ചിപ്പാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, മൊബൈൽ തുടങ്ങിയ സമയത്ത് ഒരു ഇഷ്ടികയുടെ വലുപ്പമുണ്ട്. അതിൻ്റെ മൊബൈൽ. അതെ. അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ചുകൂടെ വലിയ രൂപത്തിനാണല്ലോ നമ്മൾ ലാപ്ടോപ്പ് എന്ന് പറയണത്. ഈ കമ്പ്യൂട്ടർ എങ്ങനെ ചെറുതായി എന്നുള്ള ചോദ്യത്തിന്, പണ്ടത്തെ കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ ഒരു മുറിയുടെ വലുപ്പം ഉണ്ടായിരുന്നു. അന്നത്തെ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞിരുന്ന സാധനം പോലും പോർട്ടബിൾ ആയിരുന്നില്ല, എടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ലായിരുന്നു. ലാപ്ടോപ്പ് പോർട്ടബിൾ ആകുന്നത് RC അംഗമായിരുന്ന ഗവേഷണ ടീം കണ്ടുപിടിച്ച ചിപ്പിൽ കൂടിയാണ്. ലോകത്തോ അതോ ഇന്ത്യയിലോ? അന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്റൽ ചിപ്പ് എന്ന് പറഞ്ഞൊരു വലിയ വിപ്ലവം ഉണ്ടാക്കി. ആ ഇന്റൽ ചിപ്പിൻ്റെ വരവോടുകൂടി ആണ് ശരിക്കും പറഞ്ഞാൽ വലിയൊരു വിപ്ലവം ഉണ്ടാകുന്നത് തന്നെ. അതുകൊണ്ട് ലോകത്ത് തന്നെ. ഓ, അത് ശരി. അപ്പോൾ ഇന്ത്യൻ സാധനമൊന്നുമില്ല. അല്ല, അദ്ദേഹം ഇന്ത്യയിലല്ല റിസർച്ച് ചെയ്തത്, അദ്ദേഹം അമേരിക്കയിലായിരുന്നു. അറിയില്ല. ഇല്ല, അദ്ദേഹം വളരെ മാസ്റ്റേഴ്സിന് അമേരിക്കയിൽ പോയി. അദ്ദേഹം മാസ്റ്റേഴ്സ് ചെയ്ത പ്രൊജക്റ്റ് കൊണ്ട് ഒരു ഇന്ത്യക്കാരൻ തന്നെയായിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ റിസർച്ച് ടീമിൽ ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തി. അവർ 6 പേര് ചേർന്നാണ്, അല്ല 5 പേര് ചേർന്നാണ് ഇന്റൽ ചിപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ ചിപ്പിൻ്റെ ആദ്യ രൂപം. ശരിക്കും പറഞ്ഞാൽ ഇത്തരം ചിപ്പുകളാണ് കമ്പ്യൂട്ടറിനെ ചെറുതാകുന്നത്. അപ്പോൾ ലോകത്തെ മാറ്റിമറിച്ച. അതെ. അപ്പം അന്നത്തെ കാലത്ത് ചിപ്പുകൾ ഡെവലപ്പ് ചെയ്യുക ഒന്നിൽ കൂടുതൽ ടീം ഉണ്ടെന്ന് വെച്ചോളൂ. പക്ഷേ അത്തരം ടീമുകളിലൊന്നിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് അദ്ദേഹം വർക്ക് ചെയ്തത് അതുപോലുള്ള ആൾക്കാരുടെയും കൂടെ ഒപ്പമാണ്. അതിനുള്ള ബുദ്ധിയുള്ള ആളാണ്, അതിനുള്ള ബൗദ്ധിക ശേഷിയുള്ള ആളാണ്, കഴിവുള്ള ആളാണ്, വിദ്യാഭ്യാസമുള്ള ആളാണ്. അങ്ങനെ അദ്ദേഹം ഇന്റലിൻ്റെ ഡയറക്ടേഴ്സുള്ള ആളുമായിട്ട് മാറി. ഇന്ത്യ വിഭാഗത്തിൻ്റെ ഡയറക്ടറുമായിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് ഇന്ത്യയിൽ ഇവിടെ കമ്മ്യൂണിക്കേഷന് അന്ന് നമ്മുടെ ലാൻഡ് ലൈൻ കൊണ്ട് മാത്രം പോരാ, നമുക്ക് മൊബൈൽ ഫോൺ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് മൊബൈൽ ഫോണിൻ്റെ വിപ്ലവം സൃഷ്ടിച്ച ആൾക്കാരിൽ ഒരാൾ രാജീവ് ചന്ദ്രശേഖറാണ്. ശരിക്കും ഇന്ത്യൻ മൊബൈൽ വിപ്ലവത്തിൻ്റെ പിതാവും കൂടിയാണ്. ഇന്ത്യൻ മൊബൈൽ വിപ്ലവത്തിൻ്റെ പിതാവ് അങ്ങനെ തന്നെ പറയാം. കാരണം ആ ആശയം ഇവിടെ അദ്ദേഹമാണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അതിനുശേഷം വളരെയധികം കഷ്ടപ്പെട്ട് BPL മൊബൈൽ ഉണ്ടാക്കുന്നു. കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നത് അന്ന് എസ്കോട്ടല്ലോ മറ്റോ പിന്നെ ഒപ്പം വരുന്നുണ്ട്, തൊട്ടുപുറകെ തന്നെ. അതെ, എസ്കോട്ടലാണെന്ന് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ മൊബൈൽ. തകഴിച്ചേട്ടനാണ് ആദ്യത്തെ മൊബൈൽ കോൾ നടത്തുന്നത്. അതെ, തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ടെക്നോളജിയിലെ വിപ്ലവം, മൊബൈൽ ഫോണിൻ്റെ വിപ്ലവം, ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം.
BPL എന്ന് പറയുന്ന BPL പലരും പറയും അദ്ദേഹം BPL ബില്ല് ഇല്ലാണ്ടാക്കിയത്. അങ്ങനെയല്ല, അങ്ങനെ ഒരു ആരോപണം ഉണ്ടല്ലോ. ഉണ്ട്. അദ്ദേഹത്തിന്റെ അമ്മായി അച്ഛന്റെ സ്ഥാപനമായിരുന്നു, അത് നശിപ്പിച്ച ആളാണ് അങ്ങനെ കമ്മികൾ പറഞ്ഞു നടക്കുന്നുണ്ട്. ആ സ്ഥാപനം ഇപ്പോഴും ഉണ്ട്. അത് ബ്രിട്ടീഷ് physical അല്ല, lab. അത് അല്ല, അങ്ങനെയല്ലേ ഇതിന്റെ പേര്? പഴയ സ്ഥാപനം നമ്പ്യാർ സാറിന്റെ മകനാണ് കിട്ടിയേക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും നടത്തുന്നുണ്ട്. പഴയ BPL ഉണ്ട്. അത് പഴയ പ്രൗഢിയിൽ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം അദ്ദേഹമാണ്. രാജീവ് ചന്ദ്രശേഖർ. അതെ അതെ, രാജീവ് ചന്ദ്രശേഖർ BPL എന്നുള്ള അതേ പേരിൽ ഒരു മൊബൈൽ കമ്പനി രൂപീകരിക്കരുത്. അതിനെ കുടുംബത്തിൻ്റെ സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും, ഇല്ലാന്നല്ല. അല്ലാതെ പഴയ BPL കമ്പനി എടുത്ത് ഒരു മൊബൈൽ കമ്പനിയാക്കി മാറ്റിയിട്ട് അതിനെ ഇല്ലാണ്ടാക്കുമല്ലോ അദ്ദേഹം. ഓ, അത് ശരി. BPL കമ്പനി നിലനിൽക്കെ ആ പേരിൽ മറ്റൊരു, കാരണം അതേ കുടുംബത്തിന്റെ തന്നെ അതേ കമ്പനിയുടെ ഒരു മാതൃ കമ്പനിയുടെ ഭാഗമായിട്ട് ഒരു സഹോദര സ്ഥാപനം ഉണ്ടാക്കി. ആ സ്ഥാപനത്തെ അദ്ദേഹം $100 കോടി ലാഭത്തിലുള്ള ഒരു വലിയ കമ്പനിയാക്കി വളർത്തി. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ യൂണിക്കോണാണ്. $100 കോടി ഒരു സ്ഥാപനം. 100 കോടി നേടുന്ന സ്ഥാപനങ്ങൾക്കാണല്ലോ യൂണിക്കോൺ എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന് അത് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. കാരണം വേറെ ചില ബിഗ് പ്ലെയേഴ്സ്, പൊളിറ്റീഷ്യൻസിനെ വലിയ തോതിൽ പണം കൊടുത്ത് സ്വാധീനിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു, ഈ കളിക്കാനില്ല. മൊബൈൽ ഫോൺ രംഗത്ത് പിന്നീട് പിടിച്ചു നിൽക്കണമെങ്കിൽ പൊളിറ്റിക്സ് ആൻഡ് ബ്രൈബറി മാത്രമാണ് യോഗ്യത എന്നൊരു സിറ്റുവേഷനിലേക്ക് അന്നത്തെ കാലം, നരസിംഹറാവിൻ്റെ കാലം കടന്നപ്പോഴാണ് അദ്ദേഹം ഈ പിന്നീട് കണ്ടില്ലേ 2G സ്കാം ഒക്കെ വന്ന്. അതെ, 2 ലക്ഷം കോടി 4 ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അഴിമതി. ഇത്തരം സ്കാമുകൾ പുറത്ത് കൊണ്ടുവന്നതിൽ രാജീവ് ചന്ദ്രശേഖർ പങ്കുണ്ട്. പല സ്കാമുകളും 2G സ്കാം പുറത്ത് കൊണ്ടുവന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം കൊണ്ട് തന്നെയാണ് ആ കാര്യം അറിഞ്ഞതും വെളി വന്നതും. ഇങ്ങനെ പലതിനും മുന്നിട്ട് നിന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹം ഇത്തരം അഴിമതികൾ വെളി കൊണ്ടുവന്നിട്ടുണ്ട്. ബാംഗ്ലൂർ നടന്ന കുറേ അഴിമതികൾ, അവിടെ തടാകങ്ങൾ മണ്ണിട്ട് തന്നു, അവിടുത്തെ ഭൂമി തട്ടിപ്പൊക്കെയായിട്ട് ബന്ധപ്പെട്ട പലതും, ഇങ്ങനെല്ലാം വെളി കൊണ്ടുവന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു സിമ്പിളായിട്ടുള്ള മനുഷ്യനാണ്, അതേസമയം വളരെ വിദ്യാഭ്യാസമുള്ളതാണ്. അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ്, ശരിക്കും പറഞ്ഞാൽ ടെക്നോക്രാറ്റാണ്, സയൻറ്റിസ്റ്റും കൂടിയാണ്. കാരണം ഇത്തരം കണ്ടുപിടുത്തങ്ങളുടെ പുറകിലുണ്ടായിരുന്ന ആളാണ്. ഇത്തരം ഒരു വ്യക്തിത്വത്തെ ഇവിടെ ജനങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഇപ്പോഴും അറിയില്ല, ഇപ്പോഴും അധികം പേർക്ക് അറിയില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖറിനെ കേരളം ശരിക്ക് ഒന്ന് പരിചയപ്പെടുന്നത് അദ്ദേഹം ഇലക്ഷൻ നിന്നപ്പോഴാണ്. ആ സമയത്ത് BJPയുടെ ആളായിട്ട് അദ്ദേഹം വന്നു. അദ്ദേഹത്തെക്കുറിച്ച് പലരും പല വീഡിയോസ് ഇറക്കി. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ആരാണ് രാജീവ് ചന്ദ്രശേഖർ എന്നൊരു കുറച്ച് പേർക്ക് മനസ്സിലായി. തിരുവനന്തപുരംകാർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം അദ്ദേഹത്തിനൊപ്പം മാക്സിമം നിൽക്കാനാണ് ശ്രമിച്ചത്. എങ്കിലും ഇറ്റ് ഈസ് പൊളിറ്റിക്സ്. ചില സമയത്ത് BJPക്ക് ആണെങ്കിൽ അവിടെ എങ്കിലും BJPക്ക് ഇന്നോളം ചരിത്രത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും വലിയ മുന്നേറ്റം രാജീവ് ചന്ദ്രശേഖറാണ്. ഇതിനുശേഷം അദ്ദേഹം പിന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് കേരള രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും ഒരു പുനഃപ്രവേശനം ചെയ്യുകയാണ്. അദ്ദേഹം വിട്ടുപോയിരുന്നില്ല. ചില ആൾക്കാർ പറഞ്ഞ് അദ്ദേഹം രാഷ്ട്രീയം നിർത്തി വിട്ടുപോയത്. അദ്ദേഹത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് ആ പോസ്റ്റ് പറഞ്ഞ് 18 വർഷത്തെ എൻ്റെ MP എന്നുള്ള ലൈഫ് അവസാനിച്ചു എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ എൻ്റെ പൊതുജീവിതം അവസാനിച്ചെന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചു. അദ്ദേഹം ഏറ്റവും അവസാനം പറയുന്നുണ്ട്, ഐ വിൽ കണ്ടിന്യൂ മൈ വർക്ക് ആസ് എ കാര്യകർത്ത എന്ന് പറയുന്നത്. ഈ വർക്കർ എന്നല്ല അതിനകത്ത് പറഞ്ഞു. വർക്കർ എന്ന് വെച്ചാൽ ഞാനൊരു സാധാ പാർട്ടി പ്രവർത്തനം മാത്രം എടുത്തുകൊണ്ടിരും, അങ്ങനെയല്ല. കാര്യകർത്ത എന്ന് വെച്ചാൽ ചുമതലക്കാരൻ, പാർട്ടിയുടെ ചുമതലയിൽ ഞാനുണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഇവിടുത്തെ മാപ്പറകൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതിനകത്തൊരു ഹിഡൻ മീനിങ് ഉണ്ടായിരുന്നു. ഹി ഈസ് ഗോയിങ് ടു കം ബാക്ക് ആസ് എ പ്രസിഡന്റ്. അത് തന്നെ അവിടെ ധ്വനിപ്പിച്ചിട്ടുണ്ട്. അതിനെ പറഞ്ഞു വെച്ചു. അദ്ദേഹത്തിന് ഒരു ധാരണ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര നേതൃത്വം അദ്ദേഹമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് നമ്മൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉറപ്പുണ്ടായിരുന്നു, ഞാൻ വിട്ടുപോകുമല്ല, പകരം ജനസേവനത്തിന് കൃത്യമായ ഉത്തരവാദിത്തത്തോടെ ഞാനിവിടെ ഉണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം മെയിൻ ടാസ്ക്കായിട്ട് ആദ്യം ഏറ്റെടുത്തത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. അതിൽ ബാക്കി എവിടെയൊക്കെ എന്ത് വിജയം ഉണ്ടായാലും കാര്യമില്ല. തിരുവനന്തപുരം പിടിച്ചാൽ ബാക്കി ഒന്നും പിടിച്ചാലും കുഴപ്പമില്ല. അതാണ് ഇവിടെ ഒരു പഞ്ചായത്തും വിജയിച്ചാലും കുഴപ്പമില്ല. തിരുവനന്തപുരം അത്ര പ്രധാനമാണ്. അല്ല, അത് അത്ര പ്രധാനമാണെന്ന് നമ്മൾ കണ്ടു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി 3 ട്വീറ്റാണ് തീർച്ചയായിട്ടും. എക്സാക്ട്ലി 3 ട്വീറ്റ്. കാരണം അത് രാജ്യം മുഴുവൻ ശ്രദ്ധിച്ചൊരു മാറ്റമാണ്. അതെ, കേരളത്തിൽ BJP ചുവടുറപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഉറച്ച തെളിവായിട്ട് കാണിക്കാൻ പറ്റുന്ന അതാണ്. അത് മാത്രമല്ല, മോദി പിന്നെ പ്രസംഗത്തിൽ പറഞ്ഞു, ഗുജറാത്ത് നമുക്ക് നോക്കാൻ പറ്റാത്ത സ്ഥലമായിരുന്നു, അഹമ്മദാബാദ് ആദ്യം പിടിച്ചു, അതിനുശേഷമാണ് ഗുജറാത്തിലേക്ക് നമ്മൾ അധികാരത്തിലേക്ക്. അതുപോലെയാണ് കേരളത്തിൽ തിരുവനന്തപുരം എന്ന് മോദി പറഞ്ഞു. ആ മാറ്റത്തിൻ്റെ നാന്ദി കുറിച്ചത് രാജീവ് ചന്ദ്രശേഖറാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഇനി BJPക്കാർക്ക് പോലും വ്യക്തമായ ബോധ്യമില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡിസംബർ മാസത്തിലെ ഈ കുളിരും പേടി. അത് ഡിസംബറിൻ്റെ കുളിരല്ല, അത് യഥാർത്ഥ ഒരു പേടി തന്നെയാണ്. ശിവൻകുട്ടിക്ക് ഭയമുണ്ട്, രാജീവ് ചന്ദ്രശേഖർ നിന്നാൽ തോക്കും. കാരണം അതിൻ്റെ തെളിവ് തദ്ദേശ സ്വയംഭരണ ദയനീയമായി തോക്കും. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് തന്നെയാണ് അതിനും കാരണം. നിയമം മണ്ഡലം, നിയമസഭാ മണ്ഡലത്തിനകത്ത്
എനിക്ക് തോന്നുന്നു ഒരു 21ഓളം കോർപ്പറേഷൻ വാർഡുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ 14 മുന്നേ വന്നേക്കണേ BJP ആണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ കിട്ടിയ വോട്ട് നോക്കിയേക്കാണെങ്കിൽ 42,000 മുകളിൽ വോട്ട്, ഏതാണ്ട് 45,000 വോട്ട് BJPക്ക് ഉണ്ട്. 42% വോട്ട് BJP പിടിച്ചിട്ടുണ്ട്. അവിടെ CPM 36% മാക്സിമം ഉള്ളൂ വോട്ട്. അവർക്ക് ഒരു 34 to 36% വോട്ട് അതിനപ്പുറമില്ല. അത് ഏതാണ്ട് ഒരു വോട്ടിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ 40,000 താഴെയാണ്, 38,000, 36,000 കട്ടി വരും, ഇത്രേ ഉള്ളൂ. കോൺഗ്രസിൻ്റെ സ്ഥിതി കുറേ കൂടെ ദയനീയമാണ്. 20,000 വോട്ടിൽ പോയി നിൽക്കുകയാണ്. അത് വളരെ പുറകിലാണ് അവർ. അപ്പോൾ അവർക്കൊരു 18% വോട്ട് എന്ന് വേണം പറയാം. ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥയിൽ BJPയുടെ വിന്നിങ് ക്ലിയറാണ്. അവിടെ ഒരു നിയമസഭയിലേക്ക് ഇലക്ഷൻ വന്നാൽ പാട്ടും പാടി ജയിക്കും. മാത്രമല്ല തിരുവനന്തപുരത്ത് ഇത്തവണ 4 നിയമസഭാ മണ്ഡലങ്ങളും BJP പിടിച്ച് അത്ഭുതപ്പെടാനില്ല. കാരണം രാജീവ് ചന്ദ്രശേഖർ അതിനുവേണ്ടി പണിയെടുത്തിട്ടുണ്ട്. ഈ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം വെറുതെ പ്രസിഡൻ്റായിട്ട് കസേര കയറി ഇരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അവിടെ പല പല രാഷ്ട്രീയ അടിയൊഴുക്കുകളും നിത്യേന, കേരള രാഷ്ട്രീയം അങ്ങനെയാണ്, ഓരോ ദിവസം ഉണ്ടാകുന്ന ഓരോ മണിക്കൂറിലും ഓരോ അഭ്യാസങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അതെ, അപ്പോൾ ജാഗരൂകമായിട്ടിരിക്കണം. അദ്ദേഹം ഏതാണ്ട് 60ഓളം കോർപ്പറേഷൻ ഈ കൗൺസിലുകളിൽ നേരിട്ട് അടിത്തട്ടിൽ പ്രവർത്തിച്ചു. വാർഡുകളിൽ അദ്ദേഹം ഇറങ്ങി പ്രവർത്തിച്ചതിൻ്റെ ഫലം കൂടിയാണ് ഈ വിജയം. അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിനിടയ്ക്ക് BJPയിൽ പതിവില്ലാത്ത തരത്തിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കൊടുമ്പിരിക്കൊണ്ടിരിക്കെ പറഞ്ഞു, ഞാൻ നേമത്ത് മത്സരിക്കുന്നു. അത് വളരെ പോസിറ്റീവായി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കേരളത്തിലുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, നേമത്ത് അദ്ദേഹം തന്നെയാണ് മത്സരിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ ഡാം ഷുവർ അവിടുത്തെ ഉറപ്പായിട്ടും BJPക്ക് വോട്ട് ചെയ്യും. BJP ഒരു ശക്തമായ നേതൃനിര അവിടെ ഇറക്കി. അദ്ദേഹം പറഞ്ഞു, ഞാൻ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നതല്ല പറഞ്ഞു, ഞാൻ നിയമസഭയിലേക്ക് മത്സരിക്കും. അപ്പോൾ ഒരു മത്സരം അദ്ദേഹം ഉറപ്പാക്കിക്കൊണ്ടാണ് തദ്ദേശ സ്വയംഭരണത്തിൽ വന്നത്. ശ്രീലേഖയെ പോലൊരു നേതാവ്, MR ഗോപനുണ്ട്, കരമന അജിത്തുണ്ട്, VV രാജേഷുണ്ട്, ഇങ്ങനെ ഒരു നിര, ആശാനാഥുണ്ട്, ഇങ്ങനെ പേരെടുത്ത അനേകം പേര് മുന്നിൽ നിൽക്കുകയാണ്. അപ്പുറത്ത് കാണിക്കാൻ അവർക്കുണ്ടായിരുന്ന ഒരു ആര്യ രാജേന്ദ്രനെ വരെ പിൻവലിക്കേണ്ടി. ആര്യ മണ്ഡലത്തിൽ ഇറങ്ങിപ്പോലെന്ന് പറഞ്ഞു. ഈ അവസ്ഥയാണ്. ശിവൻകുട്ടിക്ക് അവിടെ എന്താ റോളുള്ളത്? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ നാട്ടുകാർ ഓടി. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് അവിടെ ഇനിയൊരു അവസരം. എനിക്ക് തോന്നുന്നു ശിവൻകുട്ടിയുടെ രാഷ്ട്രീയ ഭാവി, തെരഞ്ഞെടുപ്പ് ഭാവി ഓൾമോസ്റ്റ് അവസാനിക്കുകയാണ്. അതെ, അദ്ദേഹത്തിന് പ്രായമുണ്ട്, അസുഖമൊക്കെ ഉണ്ട്, കൈയൊക്കെ വിറയ്ക്കുന്നതും നമ്മൾ പലരും കളിയാക്കാറുണ്ട് ശിവൻകുട്ടിയെ. അദ്ദേഹത്തിന്റെ വാക്കുകൾ തെറ്റിപ്പോകും. അദ്ദേഹത്തിന് എന്തോ ഒരു അസുഖമുണ്ട്. അതെ, അദ്ദേഹത്തെ കളിയാക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രായമുണ്ട്, രോഗത്തിന്റെ പ്രശ്നമുണ്ട്. അതെല്ലാം ഒരു വ്യക്തിയുടെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. നമ്മളതിനെ മാനിക്കുന്നു, അതിനെ എതിർക്കുന്നുമില്ല. പക്ഷെ അങ്ങനെ നോക്കുമ്പോഴും ആ അർത്ഥത്തിൽ ആരോഗ്യപരമായിട്ട് നോക്കുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ വരാൻ ആഗ്രഹിക്കേണ്ടാവില്ല. പക്ഷേ രാഷ്ട്രീയമായിട്ട് നോക്കിയാൽ ശിവൻകുട്ടി എന്നല്ല, ഇടതുപക്ഷം നിന്ന് ആര് നോക്കിയാലും അവിടെ വിജയിക്കില്ല. അല്ല, ശിവൻകുട്ടി ആഗ്രഹിക്കുന്നത് ഒരു തരത്തിൽ ശരിയാണ്. കാരണം തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഒരു തോറ്റ MLA ആയിട്ട് മടങ്ങണ്ട. മുൻ മന്ത്രി മത്സരിച്ചില്ല. അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ തോറ്റ ആളാണെന്നുള്ള ഒരു ക്രെഡൻഷ്യൽ കിടക്കാൻ ശിവൻകുട്ടി ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ദയാവധം പോലെ CPM അത് അനുവദിച്ചു കൊടുക്കണതാണ് നല്ലത്. അദ്ദേഹത്തോടൊരു ബഹുമാനത കാണിച്ചുകൊണ്ട് അത് റെസ്പെക്ട് ചെയ്യും. ഇത്ര പറയാനുള്ളൂ. അത് RCയുടെ കൈക്ക് ഇരയായി ഞാൻ തീരുന്നില്ല എന്ന് ശിവൻകുട്ടി തീരുമാനിക്കുമെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ആഗ്രഹം പാർട്ടി സാധിച്ചു കൊടുക്കട്ടെ. അത് സമ്മതിച്ചേനെ. പക്ഷെ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞെടുത്ത് CPMന് ഒരു രാഷ്ട്രീയ പ്രശ്നമുണ്ടായി, പ്രതിച്ഛായ പ്രശ്നമുണ്ട്. ഒരു പേടിയാണ്, RC ആയതുകൊണ്ട് പേടിയാണ്. അതെ, അത് മാത്രമല്ല, ഇങ്ങനെ തുറന്നു പറഞ്ഞപ്പോൾ ഒരു പരാജയം മുന്നിൽ കണ്ട് ഇങ്ങനെ പ്രഖ്യാപനം വന്നതാണോ, നിയമസഭാ ഇലക്ഷനെ ബാധിക്കില്ല എന്നൊരു തോന്നുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തിരുത്തിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തു വന്നാലും ശരിയായ അവസാനം ഒരുപക്ഷെ ശിവൻകുട്ടി ആയിരിക്കില്ല എന്നെനിക്ക് തോന്നുന്നു. പിന്നെ കോൺഗ്രസ് ഇത്തവണ ആരെ ഇറക്കിയാലും അതൊരു ആത്മഹത്യാ കാൻഡിഡേറ്റ് ആവാനാണ് സാധ്യത. 20,000 വോട്ടിന് മുകളിൽ പിടിക്കാൻ യാതൊരു സാധ്യതയില്ല കോൺഗ്രസിൻ്റെ ആര് നിന്നാലും. അപ്പോൾ ഇതാണ് അവിടുത്തെ സിറ്റുവേഷൻ. ഇത് മാത്രമല്ല, ഒപ്പമുള്ള മണ്ഡലങ്ങളാണെങ്കിലും. മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ പറഞ്ഞത് കേട്ടപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരനെ പോലെ സ്റ്റേച്ചർ ഉള്ള ഒരു സ്ഥാനാർത്ഥി നമ്മൾ കണ്ടിട്ടില്ല, അല്ലേ? ഇല്ല. ഓരോരുത്തരുടെയും ബാസ്ക്കറ്റ് എടുത്ത് നോക്കണം, എന്തുണ്ട് അവരുടെ കയ്യിൽ. പിന്നെ RC ഒരു വലിയ ദീപസ്തംഭം പോലെ നിൽക്കുമ്പോൾ ഒരു മെഴുകുതിരി പോലും ആകാൻ കഴിയാത്ത ആളുകളാണ് തീർച്ചയായിട്ടും മത്സരിക്കാൻ നിൽക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് ഒരു വിഷൻ ഡോക്യുമെൻ്റ് ഇറക്കിയിരുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനത്തിന് ഞാൻ എന്തൊക്കെ ചെയ്യും, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള പരിപൂർണ വീക്ഷണം. അതിനകത്ത് എത്രയോ പദ്ധതികൾ, മറ്റു കാര്യങ്ങൾ. അങ്ങനെ ഒരു വ്യക്തി ഇപ്പോൾ കോർപ്പറേഷൻ മേയർ സ്ഥാനം BJPക്കാണ്. ഈ കോർപ്പറേഷൻ്റെ സമഗ്ര വികസനം അദ്ദേഹം ഉറപ്പാക്കിയിരിക്കും. ആ മേയറേയും ആ ടീമിനെയും വെച്ച് ഉറപ്പായിട്ടും ചെയ്തിരിക്കും. ഇത് ഭാവിയിൽ ഇനി വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ BJP ജയിക്കും എന്നുള്ള നിലയിലേക്ക് അവിടെ എത്തും. കാരണം ആ മാറ്റം കാണാൻ പോവാണ്. എന്തുകൊണ്ട്?
ലോകവീക്ഷണമുള്ള വ്യക്തിയാണ്, ലോക പരിചയമുള്ള വ്യക്തിയാണ്, ലോകത്തെ എത്രയോ നാടുകൾ അദ്ദേഹം കണ്ടിട്ടുണ്ട്. ഈ തിരുവനന്തപുരത്തിനും കേരളത്തിനും വരേണ്ട മാറ്റങ്ങൾ എന്താണെന്ന് വ്യക്തമായ നിശ്ചയമുള്ള ആളാണ്. ഇത്തരം ഒരു വ്യക്തി നയിക്കാൻ വരുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും. BJP സ്വീകരിച്ചു കഴിഞ്ഞു, ഇനി കേരളം കൂടെ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. കേരളം സ്വീകരിക്കാതെ കേരളത്തിന് തരമില്ല. കാരണം ശിവൻകുട്ടിയെ പോലെയുള്ള ആളെ ഇനി എത്ര കാലം ചുമക്കും. എക്സാക്ട്ലി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പതിപോലെ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്നാണ്. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ മലയാളത്തിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് കൂടുതൽ ഉറക്കെ സത്യങ്ങൾ പറയാനുള്ള ഞങ്ങളുടെ യാത്രയ്ക്ക് കരുത്ത് നൽകും. അതുകൊണ്ട് നമ്മുടെ ചാനലിൻ്റെ ലോഗോ IND എന്നുള്ള ലോഗോയിലൊന്ന് വിരലമർത്തി സബ്സ്ക്രൈബ് ബാർ എന്നമർത്തി തൊട്ട് അടുത്ത് കാണുന്ന ആ ബെൽ ഐക്കണും കൂടി ഒന്ന് അമർത്തിയാൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്തായി അത് മാറും.